വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ നിർണായക തെളിവുകൾ പുറത്ത്. മുഖ്യമന്ത്രി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ കരാർ രേഖ തെളിവ്. അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതിലെ കരാർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുമായി. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം വരെ നൽകാമെന്ന് വാഗ്ദാനം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യത സുഗമമാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നും മന്ത്രി ന്യൂസ് 18നോട്. UDF വന്നതോടെ പവർ കട്ടും വന്നെന്ന് ബിനോയ് വിശ്വം. കറണ്ട് ഇല്ലാത്തതിനാൽ ലോകകപ്പ് കാണാനാകാതെ മാളയിൽ KSEB ഓഫീസിന് നേരെ യുവാക്കളുടെ അതിക്രമം. വനം വകുപ്പിനെതിരെ ഭീഷണിയുമായി MM മണി. മര്യാദയ്ക്കല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വഴിയെ നടക്കില്ല, നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്നും താക്കീത്. മുഖ്യമന്ത്രി VD സതീശൻ ഉമ്മാക്കി കാണിക്കാൻ വരുന്നുവെന്നും MM മണി. മുഖ്യമന്ത്രിക്കെതിരെ NSS. വൈകിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. G സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങളിലും പ്രതിഷേധം. CPM-ന് CPI-യുടെ മുന്നറിയിപ്പ്. പ്രതിപക്ഷ ഉപനേതൃപദവി അവകാശത്തിൽ പിന്നോട്ടില്ല. പദവിക്കായുള്ള ആവശ്യം അടഞ്ഞ അധ്യായമല്ലെന്ന് ബിനോയ് വിശ്വം. ഭിന്നിപ്പല്ല, കമ്മ്യൂണിസ്റ്റ് ഐക്യമാണ് ശരിയെന്ന് CPM മനസ്സിലാക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സർക്കാർ അഭിഭാഷക നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയും KSUവും രണ്ടു തട്ടിൽ. KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് സന്ദർശന അനുമതി നൽകിയില്ല. KSUവിന്റെ അനിഷ്ടം നിയമനക്കാര്യങ്ങളിൽ സംഘടനയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് KPCC വക്താവ് VR അനൂപ്. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്കുള്ള പരിഗണനയെങ്കിലും KSUക്കാർക്കും PM നിയാസിനും നൽകാമായിരുന്നുവെന്ന് പ്രതികരണം. കള്ളാടി ദുരിതത്തിലേക്ക് നയിച്ചതിൽ പിണറായി സർക്കാരിന്റെ വീഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട ന്യൂസ് 18. മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് നടത്തിയ നിരവധി ചട്ടലംഘനങ്ങൾ. തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക പഠനം വേണ്ടെന്ന് ശാഠ്യം പിടിച്ചു. പിണറായി വിജയന്റെയും ജയതിലകിന്റെയും വഴിവിട്ട ഇടപെടലുകൾ രേഖകളിൽ വ്യക്തം. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ആദ്യ മാസം പ്രിയദർശിനി ബസ്സുകളിൽ 3.81 കോടി സൗജന്യ യാത്രകൾ നടന്നുവെന്ന് ഗതാഗത മന്ത്രി. പ്രതിദിനം യാത്ര ചെയ്യുന്നത് 12.71 ലക്ഷം സ്ത്രീകൾ. വിനോദസഞ്ചാര മേഖലയിൽ പദ്ധതി ഗുണപരമായ മാറ്റമുണ്ടാക്കിയെന്നും ഗതാഗത മന്ത്രി. ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ടക്കൊല കേസിൽ വിധി തിങ്കളാഴ്ച. ശിക്ഷയിൽ അന്തിമവാദം കഴിഞ്ഞു. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം. പ്രകോപിപ്പിച്ചാൽ ആരെയും കൊല്ലുമെന്ന് പറയുന്ന പ്രതിയെ എങ്ങനെ സമൂഹത്തിൽ വിടാൻ പറ്റുമെന്ന് പ്രോസിക്യൂഷൻ. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ദീപം തെളിയിക്കും. ദർശനം നാളെ രാവിലെ 5 മണി മുതൽ. ഇറാനിൽ ആക്രമണം കനത്തോടെ ഷിപ്പിംഗ് കമ്പനികൾക്ക് കർശന നിർദ്ദേശവുമായി കേന്ദ്രം. ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകളിൽ ഇന്ത്യക്കാരെ ഉപയോഗിക്കരുത്. ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫിൽ വ്യാപക നാശനഷ്ടം. ഡ്രോൺ വീണ് കുവൈറ്റ് വെയർഹൌസ് തകർന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇറാനെ ആക്രമിച്ചാൽ ഗൾഫിനെ തകർക്കുമെന്ന് ഇറാൻ സൈന്യം. ലോക ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടിനെ അർജന്റീന വീഴ്ത്തിയത് പിന്നിൽ നിന്ന് ശേഷം. 2 ഗോളുകൾക്കും വഴി തുറന്നത് ലയണൽ മെസ്സി. ഗോൾഡൻ ബൂട്ടിൽ എംബാപ്പയെ പിന്തള്ളി മെസ്സി മുന്നിൽ.